എല്ലാവർക്കും നമസ്കാരം. ഒരു സി സെക്ഷൻ ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയാണല്ലേ? ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഈ അജ്ഞതയൊക്കെ മാറ്റി അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ തരാനുള്ളൊരു ഗൈഡഡ് ടൂറാണിത്. പേടിയെ ധൈര്യമാക്കി മാറ്റാനുള്ളൊരു യാത്ര. ശരിക്കും സി സെഷനെക്കുറിച്ചുള്ള പേടി വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ശരിക്ക് അറിയാത്തതുകൊണ്ടാണ്. അതാണ് സത്യം. ഈയൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു പേടി സ്വപ്നമല്ലാതാവും. പകരം ഏറ്റവും സുരക്ഷിതമായൊരിടമായി മാറും. ഡോക്ടർ പ്രശാന്ത് പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു യാത്ര കഴിയുമ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സുരക്ഷയുടെ ഒരു കേന്ദ്രം, അതായത് ഓപ്പറേഷൻ തിയേറ്ററിനെ നമുക്കൊന്ന് അടുത്തറിയാം. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാവും? നല്ല തണുപ്പായിരിക്കും അല്ലേ? ഏകദേശം 18-22 ഡിഗ്രി സെൽഷ്യസ്. അതെന്തിനാണെന്നറിയാമോ? ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കാനാണ്. പിന്നെ ആ തുടർച്ചയായ ബീപ് ശബ്ദം, അത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റും ഓക്സിജൻ ലെവലുമൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൻ്റെയാണ്. ഒരു ലൈവ് ഹെൽത്ത് റിപ്പോർട്ട് പോലെ. ചുറ്റും കാണുന്ന നീല തുണികളും സ്റ്റീൽ ഉപകരണങ്ങളുമെല്ലാം ഒരു ഹൈടെക് സുരക്ഷാ കവചമാണ്. അതായത് അവിടെ കാണുന്ന ഓരോ കാര്യത്തിനും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതൊരു സീറോ എറർ സോണാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനെക്കുറിച്ചുള്ള പേടി കുറച്ചൊക്കെ മാറിയില്ലേ? ഇനി നമുക്ക് ശരിക്കുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ കുഞ്ഞിലേക്കുള്ള ആ വഴി, അതായത് സി സെക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. കുഞ്ഞിലേക്കെത്താൻ പല ലെയറുകളുണ്ട്. പക്ഷേ നമുക്കതിനെ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായി സുവർണ കവചം, അതായത് സ്കിൻ നന്നായി അണുവിമുക്തമാക്കുന്ന പ്രക്രിയ. ഏകദേശം 99.9% ബാക്ടീരിയകളെയും ഇത് ഇല്ലാതാക്കും. അടുത്തത് സ്കിന്നിലും അതിനടിയിലെ കൊഴുപ്പിലും ഒരു ചെറിയ ബിക്കിനി കട്ടിടും. ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലെയറുകൾ. ശക്തമായ ഫൈബർ മാറ്റ് അല്ലെങ്കിൽ ഫാസ്യ തുറക്കും. എന്നിട്ട് പേശികൾ എന്തു ചെയ്യുമെന്നറിയാവോ? ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ. പേശികൾ മുറിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഒരു കേർട്ടൻ 2 വശത്തേക്ക് മാറ്റുന്നതുപോലെ പതുക്കെ വകഞ്ഞു മാറ്റുകയുള്ളൂ. അവസാനം ഗർഭപാത്രത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാക്കി കുഞ്ഞിനെ പുറത്തെടുക്കും. പേശികൾ മുറിക്കാത്തതുകൊണ്ടാണ് സി സെക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വേഗത്തിൽ റിക്കവറാകാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങൾക്കൊരു പ്രത്യേകതരം ഫീലിംഗ് വരാം. ചിലരൊക്കെ പറയാറുണ്ട്, വയറിന്റെ മുകളിൽ ആരോ കയറിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഒന്ന് ശക്തിയായി വലിച്ചെടുക്കുന്നതുപോലെ ഒരു പ്രഷർ. ഇത് കേട്ട് പേടിക്കണ്ട, ഇത് വളരെ നോർമലാണ്. സത്യം പറഞ്ഞാൽ അനസ്തീഷ്യ കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേദന അറിയാനുള്ള ഞരമ്പുകളും പ്രഷർ അറിയാനുള്ള ഞരമ്പുകളും വേറെ വേറെയാണ്. അനസ്തീഷ്യ വേദനയുടെ ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്യും, പക്ഷേ പ്രഷർ അറിയാനുള്ള ഞരമ്പുകൾ ആക്റ്റീവായിരിക്കും. അപ്പോൾ ആ ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നത് ഒരു നല്ല സിഗ്നലാണ്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാമോ, ആ ആദ്യത്തെ മുറിവുണ്ടാക്കുന്നത് മുതൽ നിങ്ങളുടെ കുഞ്ഞു പുറത്തേക്ക് വരുന്നതുവരെയുള്ള സമയം എത്രയാണെന്ന്? വെറും 5 മുതൽ 10 മിനിറ്റ് മാത്രം. അതെ, അത്രയും വേഗത്തിലും എഫിഷ്യൻ്റായുമാണ് ആ ടീം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്ന ആ നിമിഷം വളരെ പെട്ടെന്ന് വരും. അങ്ങനെ ആ നിമിഷം വന്നെത്തി. നിങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുന്നു. ആ ആദ്യത്തെ കരച്ചിൽ കേൾക്കുന്ന, ആദ്യമായി ആ മുഖം കാണുന്ന ആ നിമിഷം. നമുക്ക് ആ ആദ്യത്തെ കണ്ടുമുട്ടലിനെക്കുറിച്ച് സംസാരിക്കാം. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പൊക്കിൽ കൊടി മുറിക്കില്ല. ഒരു 30 മുതൽ 60 സെക്കൻഡ് വരെ കാക്കും. ഇതിനാണ് ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത്. എന്തിനാണിത് ചെയ്യുന്നതെന്നറിയോ? ഈ സമയത്തിനുള്ളിൽ പ്ലാസൻ്റയിൽ നിന്നും ഏകദേശം 80 മുതൽ 100 മില്ലി വരെ അയൺ റിച്ച് ബ്ലഡ് കുഞ്ഞിലേക്ക് ഒഴുകിയെത്തും. ഇത് കുഞ്ഞിൻ്റെ ആദ്യത്തെ 6 മാസത്തേക്കുള്ള ഒരു അയൺ സേവിങ്സ് അക്കൗണ്ട് പോലെയാണ്. അതിനുശേഷമാണ് കുഞ്ഞിനെ പീഡിയാട്രീഷ്യന് കൈമാറുന്നത്. കുഞ്ഞിൻ്റെ ഹെൽത്തൊക്കെ സ്റ്റേബിൾ ആണെങ്കിൽ, അതായത് എല്ലാം ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ, ടീമിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്നറിയാമോ? എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് കുഞ്ഞിനെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിനായി നൽകുക എന്നുള്ളതാണ്. ആ ആദ്യത്തെ സ്പർശനം, ആ ബോണ്ടിംഗ്, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അപ്പോൾ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ സേഫായി എത്തി. ഇനി അടുത്ത ഘട്ടം. തുറന്നതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട ഒന്നാണ് തുന്നിച്ചേർക്കൽ. ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. കുഞ്ഞിനെ പുറത്തെടുക്കാൻ വെറും 5-10 മിനിറ്റ് അല്ലേ എടുത്തുള്ളൂ. എന്നാൽ തുന്നിച്ചേർക്കാൻ ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും. ഈ സമയവ്യത്യാസം തന്നെ പറയുന്നുണ്ട് ഓരോ ലെയറും എത്ര ശ്രദ്ധയോടെയാണ് അവർ തിരികെ തുന്നിച്ചേർക്കുന്നതെന്ന്. നിങ്ങളുടെ ഹീലിംഗ് ഏറ്റവും മികച്ചതാക്കാനാണ് ഈ സമയമെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് തുന്നുന്നതെന്ന് നോക്കാം. ഗർഭപാത്രം പോലുള്ള ഉള്ളിലെ ലെയറുകൾക്കുപയോഗിക്കുന്നത് തനിയെ അലിഞ്ഞുപോകുന്ന തരം സ്റ്റിച്ചുകളാണ്. അപ്പോൾ പിന്നെ അതെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. പുറത്തെ സ്കിൻ തുന്നാൻ പല ഓപ്ഷനുകളുണ്ട്. പാടുകൾ ഒട്ടും വരാത്ത രീതിയിലുള്ള സബ്ക്യൂട്ടിക്കുലാർ സ്റ്റിച്ചുകളുണ്ട്. ചിലപ്പോൾ സ്റ്റേപ്പിൾസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഗ്ലൂ വരെ ഉപയോഗിക്കാറുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതായിരിക്കും ഡോക്ടർ തിരഞ്ഞെടുക്കുക.
അവസാനം ലക്ഷ്യമൊന്നു മാത്രം, ആ മുറിപ്പാട് ഒരു പെൻസിൽ വര പോലെ നേർത്ത ഒന്നാക്കി മാറ്റുക. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മെഡിക്കൽ ടീം എന്തൊക്കെ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ VIP നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രൊസീജിയറിൽ നിങ്ങൾക്കെങ്ങനെ ആക്റ്റീവായി പങ്കെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്കുമൊരു റോളുണ്ട്. ഓർക്കാൻ എളുപ്പമുള്ള 3 നിയമങ്ങളേ ഉള്ളൂ. ഒന്നാമത്തേത്, കൈകൾ താഴെ വെക്കുക. നിങ്ങളുടെ നെഞ്ചിനു മുകളിൽ ഒരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ, അതിനപ്പുറം സ്റ്റെറൈൽ ഏരിയയാണ്, അപ്പോൾ കൈകൾ എപ്പോഴും സൈഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ഒരു ചെറിയ ബുദ്ധിമുട്ടും സഹിച്ചിരിക്കരുത്. ചെറിയൊരു ഓക്കാനം, തലകറക്കം എന്തുണ്ടായാലും ഉടനെ എനസ്തീഷ്യോളജിസ്റ്റിനോട് പറയണം. മൂന്നാമത്തേത്, ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങൾ റിലാക്സ്ഡായി ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്കും കുഞ്ഞിനും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടും. സിമ്പിളല്ലേ? ഇനി ഏറ്റവും കോമണായിട്ടുള്ള 2 പേടികളെപ്പറ്റി സംസാരിക്കാം. ഒന്നാമത്തെ മിഥ്യാധാരണ, എനിക്ക് രക്തമൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല, നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. രണ്ടാമത്തെ മിഥ്യാധാരണ, ആ വലിച്ചിൽ അനുഭവപ്പെടുന്നത് അനസ്തീഷ്യ ഫെയിലായതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണിത്. അതൊരിക്കലും അനസ്തീഷ്യ ഫെയിലായതുകൊണ്ടല്ല, മറിച്ച് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നതിൻ്റെ സൂചനയാണ്. അതൊരു സേഫ് സിഗ്നലാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടത്? പെട്ടെന്നൊരു വിറയൽ വന്നാൽ പേടിക്കേണ്ട, അതൊരു നോർമൽ റിയാക്ഷനാണ്. ചൂടുള്ള ബ്ലാങ്കറ്റുകൾ കയ്യിലുണ്ടാകും. ശ്വാസമെടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയാൽ അതും സാധാരണയാണ്. ചിലപ്പോൾ നെഞ്ചിൽ വെയിറ്റ് വയ്ക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഓക്സിജൻ ലെവലൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. കടുത്ത ഓക്കാനം വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അത് നിങ്ങളുടെ ബ്ലഡ് പ്രഷറിലെ മാറ്റം കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറയേണ്ട താമസം നിമിഷങ്ങൾക്കുള്ളിൽ അവർക്കത് ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും സംസാരിക്കുക. ഈയൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് പ്രകൃതി പരാജയപ്പെടുന്ന ഒരിടമല്ല, മറിച്ച് പ്രകൃതിയുടെ ലക്ഷ്യം സുരക്ഷിതമായി നടക്കുന്നു എന്ന് ശാസ്ത്രം ഉറപ്പുവരുത്തുന്ന ഒരിടമാണ്. നിങ്ങളവിടെ വെറുമൊരു പേഷ്യൻ്റ് അല്ല, ആ റൂമിലെ VIP നിങ്ങളാണ്. എല്ലാവരുടെയും ശ്രദ്ധ, എല്ലാ ടെക്നോളജിയും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോളിൽ തിളങ്ങാൻ നിങ്ങൾ തയ്യാറല്ലേ? ഈ അറിവുകൾ നിങ്ങൾക്ക് ധൈര്യം നൽകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും.